നമസ്കാരം, ഞാൻ അഖിൽ. എല്ലാവർക്കും പുരാണ ഐതിഹ്യ ചാനലിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ എലി എങ്ങനെ ഗണപതിയുടെ വാഹനമായി എന്ന കഥയുമായാണ് വന്നിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാനും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. ഗണപതിയുടെ വാഹനം പ്രധാനമായും എലിയാണ്. എങ്കിലും മറ്റു ചില വാഹനങ്ങൾ കൂടി ഗണപതിക്കുള്ളതായി പുരാണങ്ങളിൽ കാണാം. സിംഹം, മയിൽ, ആന, കുതിര, ആട് എന്നിവയാണ് അത്. കാമദേവൻ ഗണപതിക്ക് തത്തയെ വാഹനമായി നൽകിയെന്നും പറയുന്നു. ഇനി എലി എങ്ങനെ ഗണപതിക്ക് വാഹനമായി എന്ന് നമുക്ക് നോക്കാം. ക്രൗഞ്ചൻ എന്ന ഒരു ഗന്ധർവൻ ഒരിക്കൽ ദേവലോകത്ത് വെച്ച് വാമദേവൻ എന്ന മുനിയുടെ കാലിൽ ചവിട്ടി. മഹർഷി ക്രൗഞ്ചൻ്റെ അശ്രദ്ധ മൂലമുണ്ടായ ഈ പ്രവൃത്തിയിൽ കോപാകുലനായി ക്രൗഞ്ചനെ ഉടൻ തന്നെ ശപിച്ചു. നീയൊരു മൂഷികനായി മാറട്ടെ എന്ന ശാപം ഫലിച്ചു. ഗന്ധർവൻ മൂഷികനായി തീർന്നു. അതോടെ അവൻ ഭൂമിയിലെത്തി അക്രമങ്ങൾ കാണിക്കുവാൻ തുടങ്ങി. വിളകളും ധാന്യങ്ങളുമെല്ലാം അവൻ വ്യാപകമായി നശിപ്പിക്കുവാൻ തുടങ്ങി. ഈ എലി എല്ലാവർക്കും ശല്യമായി തുടങ്ങി. എല്ലാവരും എലിയെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ആർക്കും അതിന് സാധിച്ചില്ല. അങ്ങനെ എലി പരാശരമുനിയുടെ ആശ്രമത്തിലുമെത്തി. മഹർഷി ഗണപതി ഹോമത്തിന് പൂജാദ്രവ്യങ്ങൾ ഒരുക്കി വെച്ചിരുന്നു. ഹോമത്തിനായി കരുതി വച്ചിരുന്ന ദ്രവ്യങ്ങൾ എല്ലാം കരണ്ടു നശിപ്പിച്ചു. ഇത് പതിവായി തീർന്നു. രാത്രിയിൽ എലി പുറത്തിറങ്ങി പൂജാദ്രവ്യങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരുന്നു. പൂജകളും ഹോമങ്ങളും ഇതുമൂലം മുടങ്ങി. മാത്രമല്ല, മഹർഷിയുടെ ഉറക്കം കെടുത്തുവാനും തുടങ്ങി. ഉറങ്ങിക്കിടക്കുന്ന മഹർഷിയുടെ ദേഹത്ത് മാന്തുവാനും കടിക്കുവാനും അവൻ ഒരുമ്പെട്ടു. മഹർഷി ആവുന്നത്ര നോക്കിയിട്ടും എലിയെ പിടിക്കാനായില്ല. മാത്രമല്ല, പൂജയും ഹോമവും മുടങ്ങിയതിനാൽ മഹർഷിക്ക് ദുഃഖം ഏറിയുമിരുന്നു. സഹികെട്ട മഹർഷി ഗണപതിയെ തന്നെ അഭയം പ്രാപിക്കുവാൻ തീരുമാനിച്ചു. മുനി ഗണപതി ഭഗവാനെ ധ്യാനിച്ചു. ഭക്തവത്സലനായ ഗണപതി ഭഗവാൻ മുനിയുടെ മുൻപിൽ പ്രത്യക്ഷനായി. മുനി തൻ്റെ സങ്കടം ഭഗവാനോട് ഉണർത്തിച്ചു. ഈ എലിയുടെ ശല്യം അവസാനിപ്പിച്ചു തരണമേ എന്നപേക്ഷിച്ചു. ഗണപതി മുനിശ്രേഷ്ഠനെ അനുഗ്രഹിച്ചു പറഞ്ഞു, ഇനി മുതൽ ഈ എലി മൂലം അങ്ങേക്ക് യാതൊരു ദുഃഖവും ഉണ്ടാവില്ല. അതിനുശേഷം പതിവ് പോലെ മഹർഷി പൂജാദ്രവ്യങ്ങൾ ഒരുക്കി വെച്ച് പോയി. തക്കം പാർത്തിരുന്ന മൂഷകൻ പൂജാദ്രവ്യങ്ങൾക്കടുത്തെത്തി. ഉടൻ തന്നെ ഗണപതി പ്രത്യക്ഷനായി ഒരു കയർ കൊണ്ട് എലിയെ ബന്ധിച്ചു. അതിൻ്റെ പുറത്ത് കയറിയിരുന്നു. ആ വെപ്രാളത്തിൽ എലി ഗണപതിയെയും കൊണ്ട് ചുറ്റും ഓടി നടന്നു. ഗണപതിയെ പുറത്തുനിന്ന് താഴെ തള്ളിയിടാൻ നോക്കിയെങ്കിലും അത് നടന്നില്ല. ഒടുവിൽ പരാജയം സമ്മതിച്ച് എലി ഗണപതി ഭഗവാനോട് ക്ഷമ പറഞ്ഞു. അതോടെ ഗണപതി എലിയുടെ പുറത്തുനിന്ന് ഇറങ്ങി അതിനെ മോചിപ്പിച്ചു. ഭഗവാന്റെ അനുഗ്രഹത്താൽ എലി പഴയതുപോലെ ഗന്ധർവനായി മാറി. ഗണപതിയാൽ ശാപമോക്ഷവും ഉണ്ടാകുമെന്ന് ശപിച്ച മഹർഷി ഗന്ധർവനെ ശാപമോക്ഷം കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇനി മുതൽ ഭഗവാന്റെ വാഹനമായിരിക്കാനാണ് ആഗ്രഹമെന്ന് ഗന്ധർവൻ ഗണപതിയെ അറിയിച്ചു. എങ്കിൽ അങ്ങനെയാവട്ടെ എന്ന് ഗണപതിയും അനുഗ്രഹിച്ചു. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. മറ്റൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.